മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरसार्दूला कर्तव्यं दैवमाह्निकम्. അത് ശരി, അപ്പൊ അച്ഛൻ ഉറങ്ങുന്നല്ലായിരുന്നു അല്ലേ? നീ എന്താ എന്നാ പതിവിലും നേരത്തെ? ഒരോട്ടണ്ട അച്ഛ. കീഴേതിലെ ഭവാനി ചേച്ചി ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. ചേട്ടാ ചായ. മോനെ മനു, അടുത്ത മാസം അവളുടെ കല്യാണം കഴിഞ്ഞ അവളങ്ങ് പോവും. വയ്യാത്ത എൻ്റെ കാര്യങ്ങൾ, അതിനൊപ്പം നിന്റെ കാര്യങ്ങൾ, ഇതിനൊക്കെ നിനക്കൊരു കൂട്ട് വേണ്ടടാ. പഴയ കാര്യങ്ങൾ മനസ്സിലിട്ട് നടക്കാതെ എൻ്റെ മോൻ ആ അമ്മാവൻ പറയുന്ന കുട്ടിയെ പോയൊന്ന് കാണും. എൻ്റെ അച്ഛ, ഇവള് പോയി കഴിഞ്ഞ അച്ഛൻ്റെ കാര്യം കഴിഞ്ഞ് ഈ മനുവിൻ്റെ കാര്യം പോലും ഞാൻ നോക്കുള്ളൂ. അതിനെന്തിനച്ഛ വേറെ പെണ്ണ്? എൻ്റെ അച്ഛന് ഞാനില്ലേ? ഓ, കല്യാണ കാര്യം പറഞ്ഞപ്പോൾ മോളോടൊരു നാണം കണ്ടില്ലേ? എവിടേക്കാ? വരവൂര്. എന്താ ഇവിടെ നിർത്തിയേ? നിമ്മിക്ക് എന്നെ മനസ്സിലായില്ലേ? മനുവിനെ അത്ര പെട്ടെന്നങ്ങ് മറക്കാൻ പറ്റുമോ? മനു ഓസ്ട്രേലിയയിലാണെന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. ഈ വേഷത്തിൽ കണ്ടപ്പോൾ വിശ്വസിക്കാനായില്ല. ഓസ്ട്രേലിയയിലെ നല്ല ജോലിയൊക്കെ തന്നെയായിരുന്നു. ഒരു ദിവസം രാത്രി മീനൂട്ടിയുടെ ഒരു വിളി, അച്ഛന് സുഖമില്ലാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. അച്ഛനും പെങ്ങളൂട്ടിക്കും ഞാൻ മാത്രമേ ഉള്ളൂ. സമ്പത്തിനേക്കാൾ വലുത് സ്നേഹബന്ധങ്ങൾക്കാണെന്നാണ് ഞാൻ കരുതുന്നത്. ശരിയാ, ബന്ധങ്ങളുടെ വില ഞാൻ തിരിച്ചറിയാതെ പോയി. വിവാഹം കഴിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ടായിരുന്നു പണ്ടെപ്പോഴും, ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കൂട്ട് ഇവനാ. അതൊക്കെ പോട്ടെ, ഇത് എന്ത് കോലാടോ തൻ്റെ? എങ്ങനെ സ്മാർട്ടായിട്ട് നടന്ന കൊച്ച.
എന്താടോ തനിക്ക് പറ്റിയേ? മനുവിന് പോയിട്ട് തിരക്കുണ്ടോ? തിരക്കില്ലാതില്ല. അല്പസമയം എന്നോടൊപ്പം ചെലവഴിക്കാമോ? മനു എന്നോട് ചോദിച്ചില്ലേ എന്താ പറ്റിയെന്ന്. മനുവിൻ്റെയും നമ്മുടെ കൂട്ടുകാരുടെയും അച്ഛനമ്മയുടെയും എല്ലാം എതിർപ്പ് അവഗണിച്ച് രാഹുലിൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞില്ല എൻ്റെ ജീവിതം ഇങ്ങനെയാകുമെന്ന്. ആദ്യമൊക്കെ നല്ല സ്നേഹമായിരുന്നു. പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അയാൾ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ അടിമയാണെന്ന്. പിന്നീട് ആ ബന്ധം കൊണ്ടുപോകാൻ മനസ്സനുവദിച്ചില്ല. ഡിവോഴ്സിനായി അപേക്ഷ നൽകാൻ കൂടുതലായൊന്നും ആലോചിച്ചില്ല. ഇന്നൊരു നല്ല ദിവസമാണ്. ആ നശിച്ച ബന്ധത്തിൽ നിന്നും മോചനം ലഭിച്ച ദിവസം. ഇനി എന്താടോ തൻ്റെ പ്ലാൻ? അറിയില്ല. വാടക വീട് അടുത്ത ദിവസം തന്നെ ഒഴിയാൻ ഹൗസ് ഓണർ പറഞ്ഞിട്ടുണ്ട്. നിമ്മിക്ക് അച്ഛൻ്റെ അടുത്തേക്കൊന്ന് പോകാമായിരുന്നില്ലേ? എല്ലാം മറന്ന് അച്ഛൻ തന്നെ സ്വീകരിക്കില്ലേ? ഇല്ല, അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു മനു. പക്ഷേ അച്ഛാ, എന്താ വന്ന്? എന്താ ഒന്നും പറയാനില്ലേ? അച്ഛാ, ഞാൻ ഒന്നും പറയണ്ട. നീ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. നിന്റെ വഴി നീ തിരഞ്ഞെടുത്തത് അനുഭവിച്ചോ. മേലാൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഈ വീടിന്റെ ഉമ്മറപ്പടി നീ കയറിപ്പോവരുത്. അച്ഛൻ അതേ പറയാനുള്ളൂ. അച്ഛാ, പോ, നീ പോ പോ. എന്റെ കഥ പറഞ്ഞ് ഞാൻ ഒരുപാട് ബോറടിപ്പിച്ചില്ലേ മനുവിനെ? വാ പോവാം. ചിലവേള ഞാനിൻ മനസ്സിൻ്റെ പടിവാതിൽ വെറുതെ തുറന്നിട്ട നേരം, ഞാൻ കളിവാക്ക് ചൊല്ലിയ നേരം, പറയാൻ മറന്നൊരു ബാല്യം, മുക്കുറ്റിപ്പാടത്തെ വാലാട്ടിക്കിളി തൻ്റെ ഇണയോടു കൊഞ്ചിയ നേരം, ഒരു
മാത്ര നീ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞപ്പോൾ തരളിതമായൊരു കാലം ഞാൻ പതിവായി ചൊല്ലിയ കാവ്യം പറയാൻ മറന്നൊരു ബാല്യം വാര്യത്തെ മുറ്റത്തെ തേന്മാവിൻ കൊമ്പത്ത് ഊഞ്ഞാലു കെട്ടിയ കാലം ഒരു വേള ഞാൻ നിന്റെ മൃദുസ്പർശനങ്ങളിൽ അനുഭൂതി നുകരുന്ന നേരം ഞാനറിയാതെ പൂവിട്ട പ്രണയം പറയാൻ മറന്നൊരു ബാല്യം നീ തിരയാൻ തുടങ്ങിയ എന്നെ ഒഴിവാക്കി നീ സുഖമായി ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. നീ എവിടെ പോയാലും ഞാൻ അവിടെ എത്തും. കേട്ടോടി? മോളെ, കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. അച്ഛനെല്ലാം മറക്കാം. നീ തിരിച്ചു വാ. നിമ്മി, നിമ്മി, നിമ്മി. നിമ്മി, ആ അത് ശരി, ഉറക്കായ. എടോ, താനാ ബാഗ് എടുക്കാൻ മറന്നുപോയാ? ഇത് തരാൻ വന്നാട്ടോ. ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ടേ. എന്നാൽ ഞാൻ പോവാണേ. ആ പിന്നെ നിമ്മി, ആ എടോ നിമ്മി, തന്നെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് ചെല്ലാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പോണ്ടേ? നിമ്മി, നിമ്മി, നിമ്മി. നിമ്മി, നിമ്മി, എന്തത്? നിമ്മി, 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 നിമ്മി. എന്താ ഈ കാണിച്ചേ? നീ എന്തിനാ മനു ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ അർഹയുണ്ട്. എല്ലാവരെയും ഞാൻ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി മനുവിൻ്റെ ലോകത്തു നിന്ന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇനി നീയാണ് എൻ്റെ ലോകം എന്നും. കപടതയില്ലാത്ത മനുവിന്റെ ലോകത്തേക്ക് അവൻ മാലാഖയെ പോലെ നിമ്മിയെയും ചേർത്തു. കുടുംബ ബന്ധങ്ങൾ ഏറ്റവും മനോഹരമാണ്. ഉത്തരവാദിത്തമില്ലാത്ത ചെറുപ്പകാലത്ത് തോന്നുന്ന ചില ചിന്തകൾ കുടുംബവും ജീവിതവും നശിപ്പിക്കും എന്ന യാഥാർത്ഥ്യം യുവജനത തിരിച്ചറിയണം. നാടിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗുകളുടെ ഉപയോഗത്തിനെതിരെ നാം ജാഗരൂകരായിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു മാത്ര നീ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞപ്പോൾ തരളിതമായൊരു കാലം
ഞാൻ പതിവായി ചൊല്ലിയ കാവ്യം പറയാൻ മറന്നൊരു ബാല്യം. വാര്യത്തെ മുറ്റത്തെ തേന്മാവിൻ കൊമ്പത്ത് ഊഞ്ഞാലു കെട്ടിയ കാലം. ഒരു വേള ഞാൻ നിന്റെ മൃദുസ്പർശനങ്ങളിൽ അനുഭൂതി നുകരുന്ന നേരം.